ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു റീൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമ്മൾ റീൽ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന എണ്ണത്തിൽ കുറേ കമൻസും കുറേ മെസ്സേജസും വന്നു. എവിടെയാണ് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളൊരു സബ്സ്ക്രൈബർ മീറ്റപ്പ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സബ്സ്ക്രൈബർ മീറ്റപ്പ് നമ്മൾ സംഘടിപ്പിച്ചത് 14-ാം തീയതിയായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അവിടെ വരുന്ന ആളുകളുടെ മുഖത്ത് ക്യാമറ വെക്കുകയോ ആ ഇവൻറ്റ് നമ്മൾ കവർ ചെയ്യുകയോ ചെയ്യില്ല എന്ന്. മെൻ്റൽ ഹെൽത്ത് അവയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രൈവസി മാനിച്ചുകൊണ്ട് ആ ഇവൻറ്റ് നമ്മൾ കവർ ചെയ്തിട്ടില്ല. നോ ക്യാമറാസ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡിസിഷൻ തന്നെ. എന്തായാലും ആ ഇവൻറ്റിനെ കുറിച്ച് ഞാനും ശ്രുതിയും കൂടി ഇരുന്നുകൊണ്ട് എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതും ആ പരിപാടി എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഉടനെ തന്നെ വരും. അത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ണി വ്ളോഗ് സിനി ഫയൽ എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ചാനലുണ്ട്, ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ഇവൻറ്റിൻ്റെ ഭാഗമായി എറണാകുളത്തേക്കുള്ള യാത്ര, ടയർഡാവൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും വരാതിരുന്നത്. ക്ഷമിക്കുക. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ പതിവ് ആ ഒരു ട്രാക്കിലേക്ക് തന്നെ കയറാൻ പോവുകയാണ്. സോ ഇന്നത്തെ റീൽ റിയാക്ഷനിലെ ആദ്യത്തെ റീലിലേക്ക് പോകാം. நீங்க இந்தியன் தானே? எஸ், பட் நான் இங்க செட்டில் ஆகி ரொம்ப வருஷம் ஆயிடுச்சு. அதான் நம்ம பண்பாட்டை மறந்துட்டு காதலையும் கல்யாணத்தையும் இப்படி கேவலமா பேசுறீங்களா? வாழ்க்கையில ஒரு ஆணுக்கோ பொண்ணுக்கோ காதலோ கல்யாணம் ஒரு தடவை தான் வரணும். அவன் நல்லவனோ கெட்டவனோ கடைசி வரைக்கும் அவனோட வாழணும்ன்றது தான் நம்ம தமிழ் பண்பாடு. இப்படி ஒரு தமிழ் பொண்ணா பிறந்து நீங்க வெக்கமா இல்ல? இதுக்கு வாழ்த்து வேற பெருமையா. വാവ്, ഞാനിതിനെന്താ പറയുക? ഇതിനിപ്പം ആക്ച്വലി നിങ്ങൾ പറയൂ. വിജയുടെ സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾക്ക് കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണ രീതിയെ വിമർശിച്ചിരുന്ന അതേ വിജയ് കഥാപാത്രം തന്നെ, അതേ വിജയ് കഥാപാത്രമല്ല, അതേ വിജയ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പിന്നീട് ഒരു സിനിമയിൽ പെണ്ണിൻ്റെ വസ്ത്രം വെച്ചല്ല അവളെ ജഡ്ജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിതിൽ വിജയിനെ അല്ല പറയുക. നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലെ കുറേ വിശ്വാസങ്ങളുണ്ടായിരുന്നു, കുറേ ചിന്തകളുണ്ടായിരുന്നു. അത് മാറി വരികയാണ്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് സിനിമകളിലും ഈ പറയുന്ന വ്യത്യാസങ്ങളുണ്ടാവും, ഡയലോഗുകളുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതൊരു ഉദാഹരണം. അതേപോലെ വിജയ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാടിൻ്റെ സംസ്കാരം, ഇന്ത്യക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് തമിഴ് ജനതയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒരാളെ വിവാഹം കഴിച്ചാൽ അയാൾക്കൊപ്പം ജീവിതാവസാനം വരെ നിൽക്കണമെന്നാണ്. അത് ഇന്നും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതൊരു വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ഡയലോഗുകളൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ഇതിനെ ഇന്നും വിശ്വസിക്കുന്ന, അങ്ങനെ തന്നെ പോകണമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവച്ഛവമായി ജീവിക്കുന്ന ആളുകളുണ്ടെന്ന് വരെ പറയേണ്ടിയിരിക്കുന്നു. ആ അവസ്ഥയിൽ പോകുന്ന ആളുകളുണ്ട്. പക്ഷേ കാലങ്ങൾക്കിപ്പുറം നമ്മൾ നോക്കുമ്പോൾ അതിന് സിനിമകളിലെ ഡയലോഗുകളിൽ മാറ്റം വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു സീൻ എനിക്ക് തോന്നുന്നു കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു ട്രോൾ മെറ്റീരിയൽ പോലെ ഉപയോഗിക്കുന്നത് അത് വിജയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും. എനിക്ക് അങ്ങനെ ഒരാളെ അവഹേളിക്കാൻ ഉപയോഗിക്കരുതേ എന്ന് പറയുന്ന ഒരു കാര്യം ആണ് അതിൽ പറയാനുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന സംസ്കാരത്തിൻ്റെ ഉണ്ടമ്പൊരു പുഴുങ്ങി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് സന്തോഷമായി സമാധാനമായി നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് ഡിവോഴ്സ് ചെയ്തേ പറ്റുള്ളൂ എന്നാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക. സമാധാനമല്ലേ ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത്. അതിന് നമ്മുടെ ചുറ്റുമുള്ള ഘടകങ്ങൾ, ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട്, അവരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കാരണം കുഞ്ഞുങ്ങളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത് അവരിരുവരും ഒരുമിച്ചിട്ടാണ്. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്ന് പറയുന്ന കാര്യങ്ങൾ, അത് നിയമപരമായി കൂടി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൂടി ഉറപ്പുവരുത്തുക. അവനവൻ്റെ ജീവിതത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ചിന്തിക്കുക. പിന്നെ സെലിബ്രിറ്റീസിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഡിവോഴ്സുകൾ, അതിനെ നമ്മുടെ നാട്ടുകാർ ഡീൽ ചെയ്യുന്ന രീതി, അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമ്മളിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വിജയുടെ ഡിവോഴ്സിൻ്റെ വാർത്തകൾ വന്ന സമയത്ത് വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ, അഭ്യൂഹങ്ങൾ എന്നാണ് അതിന് പറയേണ്ടത്, അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ വന്ന സമയത്ത് ഇതെങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങളൊരു വീഡിയോ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ വിഷയത്തിലൊരു വീഡിയോ ചെയ്യുന്നില്ല. കാരണം അതൊരാളുടെ പേഴ്സണൽ കാര്യമാണ്, അയാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു
ഒരു കാര്യമാണ്. അവരുടെ കുടുംബജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല. തൃഷ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് മാനസികാവസ്ഥയിലാണുള്ളത് നമുക്കറിയില്ല. ഇനി അറിയാമെങ്കിൽ തന്നെയും അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, പേഴ്സണൽ ചോയ്സാണ്. ആർക്കൊപ്പം ജീവിക്കണം, ജീവിക്കേണ്ട, പുതിയ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നൊക്കെയുള്ളത് ഓരോ ആളുകളുടെയും തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളെ താഴ്ത്തി കാണിക്കുകയോ അതിനെക്കുറിച്ച് കൂടുതൽ അഭ്യൂഹങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മളത് ഒരിക്കലും ചെയ്യില്ല. എന്നാൽ അതേസമയം വിജയ് ഇപ്പോൾ പറയുകയാണ്, നമ്മൾ ഡിവോഴ്സിനെ കുറിച്ച് വിജയ് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അതിൽ അയാളുടെ മുൻ ജീവിതത്തെക്കുറിച്ചോ ഭാവി ജീവിതത്തെക്കുറിച്ചോ അതിൽ വരുന്ന വ്യക്തികളെക്കുറിച്ചോ അപമാനിക്കുന്ന രീതിയിലോ പൊതുവായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന രീതിയിൽ വിജയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയോ ചെയ്താൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ നമ്മൾ സംസാരിക്കും. അപ്പോഴും വിജയുടെ ചോയ്സസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുക. അത്തരം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുന്നു, അതിനെക്കുറിച്ച് വേറെ കുറച്ച് ആളുകൾ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയ ഇതിനെ വേറൊരു രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് പോലെയല്ല വിജയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്നത്. മാത്രമല്ല ഇദ്ദേഹം സിനിമയിൽ ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ആ ഡയലോഗ് കൈയടി കിട്ടുമെന്ന് പറഞ്ഞ് വേറെ പലയിടങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം, നമുക്കറിയില്ല. പക്ഷേ വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ, കാലം മാറുമ്പോൾ ചില കാര്യങ്ങളെ അംഗീകരിച്ച് മാറ്റങ്ങളെ ഉൾക്കൊണ്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ പുരോഗമിക്കുക എന്ന് പറയുന്നത്. പക്ഷേ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി അതിനെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് അത് പുരോഗമനമല്ല. അത് പണ്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ളവൻ്റെ ജീവിതത്തിനെ ജഡ്ജ് ചെയ്ത് കുറ്റം പറഞ്ഞ് സന്തോഷം കണ്ടെത്തിയിരുന്ന ആളുകൾ എന്താണോ ചെയ്തിരുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ്. പണ്ട് മാസികകളായിരുന്നു ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കുറേ ആൾക്കാർ നമ്മളുടെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യും. അത് ചെയ്യാൻ പണ്ട് ക്രൈം ഫയർ എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ടായിരുന്നു. ആ മാഗസിൻ ആളുകൾ ഒളിച്ചാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതേ കാര്യം ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്ന് പറയുകയാണ്. അത് പറയുന്ന ആളുകൾ ഭയങ്കര കണ്ടുപിടുത്തമൊക്കെ നടത്തി, എൻ്റെ കയ്യിലൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, നിങ്ങളിത് കണ്ടു നോക്കൂ, എനിക്കിങ്ങനെ ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ, അയ്യേ ഇയാൾക്കൊന്നും നാണം വരുന്നില്ലേ. അത് പണ്ട് ആൾക്കാർ ഒളിച്ച് വായിച്ചിരുന്ന മാഗസിനുകൾ ചെയ്തതാണ്. രാത്രി 11 മണിക്ക് ശേഷം TV പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതാണ് ഒരു ഉളുപ്പുമില്ലാതെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ചെയ്യുന്നത്. ഐ എം സോറി, നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളിതാണ് പഠിക്കേണ്ടത് എന്ന് നമ്മളോട് പറയാൻ ശ്രമിക്കുമ്പോൾ അതിൽ യോജിപ്പും വിയോജിപ്പും ഉണ്ടാകുന്നത്. കാരണം അതാണ് അവർ പൊതുസമൂഹത്തോട് പറയുന്നത്. അതിൽ നമ്മൾ റിയാക്ട് ചെയ്യും, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. പക്ഷേ പേഴ്സണൽ ലൈഫിൽ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളെ എടുത്തുകൊണ്ടൊന്ന് ഇവിടെ അലക്കുന്നത് ദാറ്റ്സ് വെരി ചീപ്പ് മാൻ. നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. Post everything. Did you feel like people started to treat you differently? Yeah, not outside, inside. Suddenly people started treating me like a charity case. And I did not like it, I didn't want it. I've always been Meghna Raj, way before I was Meghna Raj Sarcha. Don't try to one-up me and do something for me and make it look like you're doing something for me. That happened many times with the closest bunch. Do you believe everyone has only one soulmate? The soulmate doesn't necessarily have to be your partner, is it? Are you open to new love? That's a good question, Ray. ഈ സംഭവം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, എന്നാൽ പോലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. മേഘ്ന രാജ് നമ്മൾ മലയാളികൾക്ക് അറിയാത്ത ആർട്ടിസ്റ്റ് അല്ല. ഒരുപാട് മലയാള സിനിമകളുടെ ഭാഗമായിട്ടുള്ള അഭിനേത്രിയാണ്. അവർ വിവാഹിതയാവുന്നു. ചിരഞ്ജീവി സർജയാണ് അവർ വിവാഹം കഴിച്ചത്. അദ്ദേഹം ഒരു അഭിനേതാവ് കൂടിയാണ്. അവർ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് ചിരഞ്ജീവി സർജ മരണപ്പെടുന്നത്. അതിനുശേഷം മേഘ്നയുടെ ഒരു വലിയ, അവർ തന്നെ ഏറ്റെടുത്തിട്ടുള്ളൊരു വലിയ കാര്യം എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും സേഫായിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ ആ ഒരു പ്രസവം നടക്കുക, കുഞ്ഞ് സേഫായിരിക്കുക എന്ന് പറയുന്നതാണ്. അത് അവർ കടന്നു പോകുന്ന മാനസികാവസ്ഥയുടെ ഒക്കെ ഭാഗമായിട്ട് കടന്നു വന്ന ഒരു ചിന്തയായിരിക്കാം. പക്ഷേ അവർ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ആളുകളൊക്കെ പെട്ടെന്ന് ഇവരെ ഒരു ചാരിറ്റി കാര്യം പോലെ ഡീൽ ചെയ്യുന്നു. അതായത് ഈ കരുതൽ വന്ന് കൂടുമ്പോഴേ കരുതൽ ഭയങ്കരമായിട്ട് കൂടും. കരുതൽ കാരണം നമ്മൾ ഓവർവെൽംഡ് ആയി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറം കരുതൽ വരുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ആളുകൾ അവരുടെ സ്നേഹപ്രകടനം എന്നുള്ളൊരു രീതിയിലൊക്കെ ആയിരിക്കാം അത് കാണിക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരാളെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അവർ വിധവയാവുന്നു, അതിനുശേഷം അവരൊരു അമ്മയാവുന്നു. ഇത് രണ്ടും നമ്മുടെ സമൂഹം എക്സ്ട്രാ പരിഗണന കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. ഇത് രണ്ടും കൂടി ഒരാളിലേക്ക് വരുമ്പോൾ ഇത്രയധികം സ്നേഹം ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറ്റിയിട്ടുള്ള അഭിനേതാക്കൾ അതിൽ
ഇനി ജീവനോടിരിക്കുന്ന ഒരാൾ അവരമ്മയാവുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു കരുതൽ ആളുകൾ കാണിക്കാൻ ശ്രമിക്കും. പക്ഷേ അത് ഏറ്റുവാങ്ങുന്ന ആൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മുടെ നാട്ടിലെ വിധവയായിട്ടുള്ള അല്ലെങ്കിൽ വിഭാര്യനായിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പാർട്ട്ണർ ഇല്ലാതാവുന്നത് മുതൽ സമൂഹം അവർക്ക് കൊടുക്കുന്നൊരു പ്രത്യേക കരുതലുണ്ടാകും. അത് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം പ്രത്യേക കരുതൽ കൂടുതൽ കിട്ടുമ്പോൾ അമ്മമാർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ആ കരുതൽ എന്ന് പറയുന്നത് ഒരു പാക്കേജ് ആട്ടോ. അതിൻ്റെ അകത്ത് ഒരുപാട് ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ വരും, ചിലപ്പോൾ കരുതൽ കൂടി കുറ്റപ്പെടുത്തലുകൾ വരും. ഇത് ഞാൻ പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും അപ്പോൾ നമ്മൾ കരുതൽ കാണിക്കണ്ടേ? കാരണം നമ്മുടെ സമൂഹത്തിന് ഒരു പരിപാടി അറിയുള്ളൂ, ഒന്നെങ്കിൽ നമ്മളിത് മൈൻഡ് ചെയ്യാതിരിക്കും, നമ്മൾ കരുതലൊന്നും കൊടുക്കില്ല, അല്ലെങ്കിൽ കരുതൽ കൊടുത്ത് കൊല്ലാൻ നോക്കും. എന്ന് വെച്ചാൽ അമ്മ അതിരി കെയർ കൊടുത്തിട്ട് മറ്റേ ആൾ ഭയങ്കര ഇറിറ്റേറ്റ് ആയിപ്പോയി, ശ്വാസം മുട്ടും അവർക്ക്. ഇതിൻ്റെ ഇടയിലൊരു കാര്യമുണ്ട്, അയാളുടെ നീഡ് എന്താണോ അത് വോയിസ് ഔട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, ചിലരത് തുറന്ന് പറയാറില്ല. അവരുടെ നീഡ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനുള്ള കെയർ കൊടുത്താൽ മതി. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരാൾക്കുണ്ടാകുന്നൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അവർ ഭയങ്കര ടൈറ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. അത് അവരെ വളരെ മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പിൽക്കാലത്ത് കൊണ്ടെത്തിച്ചേക്കാം. അതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അവരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഇനിയൊരു സ്നേഹബന്ധത്തിലേക്ക് ഓപ്പൺ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവരൊന്ന് ആലോചിച്ചിട്ട് ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്നാണ് അവരിങ്ങനെ പറയുന്നത്. ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നത് വെച്ച് അവർ ജഡ്ജ് ചെയ്യപ്പെടാനുള്ള സാധ്യത, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ജഡ്ജ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇതുവരെ അവർക്ക് കൊടുത്തിരുന്ന ആ പ്രത്യേക കരുതൽ, പ്രത്യേക കരുണ എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അതിൽ നിന്ന് മാറിയിട്ട് പെട്ടെന്നത് ശത്രുതയിലേക്ക് മാറിയേക്കാം. കാരണം നമ്മൾ നീഡ് അനുസരിച്ചല്ല ഒരാൾക്ക് സെർവ് ചെയ്യുന്നത്. ഒരാൾക്ക് വേണ്ടുന്ന കരുതലും കരുണയും മാത്രമല്ല, അയാൾക്ക് കൊടുക്കുന്ന സ്നേഹമാണെങ്കിലും ഒക്കെ അയാളുടെ നീഡ് അനുസരിച്ചല്ല നമ്മൾ കൊടുക്കുക, നമ്മുടെ നീഡിനാണ്. അയാൾക്ക് എന്താ വേണ്ടതെന്നുള്ളതല്ല. അപ്പോൾ അവർ ഓപ്പൺ ടു ലവ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവർ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉടനെ അപ്പോൾ അതിനായിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന കരുണയും കരുതലും ഒക്കെ ഡൗൺ ടു സീറോ പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ഹെയ്റ്റ് പീക്കിലേക്ക് പോകും. അങ്ങനൊരു സാഹചര്യമുണ്ട്. കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അയാളുടെ ആവശ്യത്തിന് കൊടുത്താൽ മതി, നമ്മളുടെ ആവശ്യത്തിന് കൊടുക്കാൻ നിൽക്കരുത്. നമ്മളെ എന്തോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് പറയണമെന്ന് തോന്നി ഈ റീൽ കണ്ടപ്പോൾ. Against the idea of the system called marriage. If it is working, എനിക്കാണെങ്കിൽ പോലും ഒരു ദിവസം ഐ വോണ്ട് ഗെറ്റ് മാരിഡ് എന്നൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഞാനൊന്ന് എക്സ്പീരിയൻസ് അടുത്ത് കൂടെ പോലും ശരിക്കും പോയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞാലെങ്കിലും ഓക്കെ എന്തെങ്കിലും ആയെന്നെങ്കിലും വിചാരിക്കാമല്ലോ. അപ്പം എന്റെ ആ ഒരു ചേച്ചിയുടെ ഇത് കണ്ട് ആഗ്രഹമുണ്ട്, ഫിയർ ആണ്. ഫിയർ ഒക്കെ മാറി, ഫോബിയ എന്തൊരു പേരുണ്ട്, പിന്നെ ഡിവോഴ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വെറുതെ ഭയങ്കര ഷിറ്റാണ്. നമുക്കതൊന്നും അഫോർഡബിൾ അല്ല. But not all the divorces were so painful. They were beautiful divorces. അതായത് നടക്കില്ല എന്ന് കാണുമ്പോൾ മ്യൂച്വലി ഡിഫറൻസസ് മനസ്സിലാക്കി സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഇന്റലിജൻസ്. It's respect. ഞാൻ ഉള്ളിടത്ത് ഇവള് കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് she talks about divorce. She's seen it at a very young age. You know what is incredible through this? That she still wants a marriage. Because you feel like there is beauty in it. പക്ഷെ അതിന് ഞാൻ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ I want to be more stable financially. I want to be എന്ന് വെച്ചാൽ I am ready for marriage only under condition that I'll be financially equipped for a divorce. കല്യാണത്തിന് ശേഷം അവരെങ്ങനെയാണ് കാര്യങ്ങളെ നോക്കി കാണുന്നത്, അതായത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, സ്വതന്ത്രമായി ചിന്തിക്കുന്ന, സ്വന്തമായി അധ്വാനിച്ച് വരുമാനം കണ്ടെത്തുന്ന അങ്ങനത്തെ സ്ത്രീകൾ എങ്ങനെയാണ് വിവാഹത്തെ നോക്കിക്കാണുന്നത്, അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു എക്സിറ്റ് പോയിൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്ന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള പെൺകുട്ടികൾ അവരാഗ്രഹിക്കുന്നത് നമ്മളൊന്ന് അറിയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ആൺകുട്ടികൾ പലപ്പോഴും ഇത്തരം കോൺവെർസേഷൻസിനോട് ഓപ്പൺ അല്ല. നമ്മൾ കാണുന്നത് മുഴുവൻ അറ്റ്ലീസ്റ്റ് ആൺകുട്ടികളുടെ മാത്രമായിട്ടുള്ള ചർച്ചകളായിരിക്കും, അതല്ലെങ്കിൽ ഈ അച്ഛനമ്മമാരൊക്കെ വിവാഹത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളായിരിക്കും. കാരണം നമുക്കുള്ളതിനെ അവർ കണ്ടുപിടിച്ച് തരിക എന്ന് പറയുന്ന പോലെ കുറച്ചും കൂടി ആ ഒരു ട്രഡീഷണൽ രീതിയോട് ചേർന്ന് നിൽക്കുന്നത് പുരുഷന്മാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഇത് വെച്ചിട്ടാണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ തിരുത്താൻ തയ്യാറാണ്. പക്ഷേ ഈ ഒരു കോൺവെർസേഷൻ
വിവാഹ ജീവിതത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് സ്വന്തം കൺസെപ്റ്റും ആ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ. കാരണം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ പലപ്പോഴും അവരുടെ അമ്മമാർ എങ്ങനെ ജീവിതം അനുഭവിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് തൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്, ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത്. നല്ലൊരു ഫാമിലി ലൈഫ് കണ്ടു വളരാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു ഫാമിലി ലൈഫിലേക്ക് കടക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം സബ്മിസീവായി ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നത് നമ്മുടെ ഒരു ഇതുവരെയുള്ള ഫാമിലി സെറ്റപ്പ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ്. അത് കണ്ടു വളരുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും വിവാഹ ജീവിതത്തിലേക്ക് പോകണമെന്ന് തോന്നിയെന്ന് വരില്ല. ഇനി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് കണ്ടീഷൻസ് ഉണ്ടാവും. അതെന്താണെന്ന് മനസ്സിലാക്കാനും ആ കണ്ടീഷൻസ് ഉരുവായിട്ടുള്ള സാഹചര്യത്തിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മളും കുറച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുമ്പോഴാണ് ഇനി അങ്ങോട്ടുള്ള ഈ ഫാമിലി അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്ന പരിപാടി കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആവുള്ളൂ. എന്താ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാത്തത്, നമ്മുടെ നാട്ടിലെ ആമ്പിള്ളേർക്ക് എന്താ പെണ്ണ് കിട്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ചില മീനിങ് കോൺവെർസേഷൻസ് നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ അമൃതയുടെ ലൈഫിൽ കടന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ അഭിരാമി കണ്ടു വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ 12ാം വയസ്സിൽ അമൃതയുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പോലും കുറ്റം കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പാർട്ട്ണർ ഡീൽ ചെയ്തിട്ടുള്ളത് എന്ന് അഭിരാമി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു ജീവിതം എനിക്ക് വേണ്ട എന്നൊരാൾ ചിന്തിക്കുമ്പോൾ, അതുപോലെ ഡിവോഴ്സ് എന്ന് പറയുന്നൊരു പ്രോസസ്സിലേക്ക് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും പരസ്പര ബഹുമാനത്തോടു കൂടി സമാധാനത്തോടു കൂടിയുള്ള പിരിയലുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വളരെ കുറവാണ്. അതേസമയം സ്വത്തിൻ്റെ പേരിലായാലും കുഞ്ഞിൻ്റെ അവകാശമായാലും പരസ്പരം കുറ്റപ്പെടുത്തലുകളൊക്കെ ആയിട്ട് നീണ്ടുപോകുന്ന ഡിവോഴ്സുകളുണ്ട്. അത് ഈ ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമല്ല, ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരെ അത് ഭീകരമായിട്ട് അഫക്റ്റ് ചെയ്യും. ഡിവോഴ്സ് ചെയ്യുന്ന ആളുകളുടെ ബന്ധുക്കളെയും കൂട്ടുകാരെയും വരെ മെൻ്റലി ഭയങ്കരമായിട്ട് ട്രോമറ്റൈസ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ്. അഭിരാമി ഈ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരും ഇതൊക്കെ കാണുകയാണ്. അപ്പം നാളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അഥവാ അത് വർക്കായില്ലെങ്കിൽ എനിക്കൊരു നല്ല എക്സിറ്റ് പോലും കിട്ടില്ലല്ലോ എന്ന് പറയുന്നൊരു പേടിയുണ്ടല്ലോ. നമുക്ക് എൻ്റർ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലെ വിവാഹങ്ങളൊക്കെ നടക്കുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ്. പക്ഷേ എക്സിറ്റ് പോയിന്റ് എന്നൊന്ന് വരുമ്പോൾ, എൻ്റർ ചെയ്തതിന് ശേഷമുള്ള ജീവിതം എന്ന് വരുമ്പോൾ അവിടെ നമുക്ക് എത്രത്തോളം സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. ആൻഡ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് ഇവരുടെ കോൺവെർസേഷനിൽ നിന്ന് മനസ്സിലാക്കാം. ഫിയർ അല്ല, ഫോബിയയായി മാറി എന്നാണ് പറയുന്നത്. ഫിയർ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനുള്ളൊരു പേടിയായിരിക്കും. പേടി നമുക്ക് ചിലപ്പോൾ ഉപദേശം കിട്ടിയാൽ മാറുമായിരിക്കും. പക്ഷേ അതൊരു ഫോബിയയായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ഡീപ്പായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ പറയും വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ, പക്ഷേ വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും അവരുടെ വിവാഹ ജീവിതത്തിൽ നിന്നുള്ള എക്സിറ്റിന്, എന്തിനാണ് വിവാഹം വരെ പോകുന്നത്, ഒരു പ്രണയബന്ധത്തിൻ്റെ എക്സിറ്റിനെ പോലും നന്നായി ഡീൽ ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയില്ല. അതുണ്ടാക്കുന്ന ഒരു പേടിയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫോബിയ ലെവലിലേക്ക് മാറുന്നൊരു കാര്യമുണ്ട്. അത് കണ്ടിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കാൻ പറ്റുക? ആൻഡ് ഈ കോൺവെർസേഷനിലെ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അഭിരാമി അതിൽ ആഡ് ചെയ്തൊരു എക്സ്ട്രാ കാര്യമാണ്. അമൃതയുടെ ലൈഫ്, അതിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അവർ ഗോ ത്രൂ ചെയ്യേണ്ടി വന്ന ഓരോ കാര്യങ്ങളും ഇത് അഭിരാമിയെ സംബന്ധിച്ച് അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഇവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന ഏതൊരാൾക്കും വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരു ഭയം ഉണ്ടാവും. അവരങ്ങനെ ഒരു ഫോബിയായി അത് മാറി എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും നമുക്കതിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, ജഡ്ജ് ചെയ്യാനുള്ള അവകാശമില്ല. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ്, അതേ സിമിലർ എക്സ്പീരിയൻസ് കൊണ്ട് ഇങ്ങനൊരു ഫോബിയ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. നമ്മൾ വിവാഹം വേണ്ടാന്നൊരു പെൺകുട്ടി പറയുമ്പോഴേക്കും അതൊക്കെ അവർ പറയും, നമ്മളങ്ങ് കെട്ടിച്ച് വിട്ടേക്കണം എന്ന് പറയുന്നൊരു രീതിയിൽ കാണാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഓപ്പൺ കോൺവെർസേഷൻസിലൂടെ നമ്മൾ അവരെന്തുകൊണ്ടാണ് ഇതിനെ ഫോബിയായി കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. സ്റ്റിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, എനിക്കൊരു നല്ല വിവാഹ ജീവിതം ആഗ്രഹമുണ്ട് എന്നവർ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ പോലും അവർ പറയുന്നത് പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് ഞാൻ ഫിനാൻഷ്യലി എക്യുപ്ഡ് ആയിരിക്കണം. നാളെ ഒരു ഡിവോഴ്സിന് ശേഷവും എൻ്റെ ജീവിതം സുഖകരമായി അല്ലെങ്കിൽ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, എന്ന് വെച്ചാൽ നന്നായി ജീവിക്കാൻ ഞാൻ ഫിനാൻഷ്യലി പ്രിപ്പയർഡ് ആയിരിക്കണം എന്നവർ പറയുന്ന, അതാണ് ഇതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. പലപ്പോഴും ഡിവോഴ്സ് വളരെ ഒരു മോശം സിറ്റുവേഷനിലേക്ക് പലരെയും കൊണ്ട് എത്തിക്കുന്ന പല കാരണങ്ങളുണ്ടാവും കേട്ടോ. ഞാൻ കാരണങ്ങളെ ജഡ്ജ് ചെയ്യുകയോ ഇതാണ് വലുത് ഇതാണ് ചെറുത് എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ വിവാഹമോചനാനന്തരം ഒരു വ്യക്തിക്ക് താൻ മുമ്പ് എങ്ങനെയായിരുന്നു, ഏതൊക്കെ കാര്യങ്ങളിലാണോ സന്തോഷം കണ്ടെത്തിയിരുന്നത്, ഏതൊക്കെ കാര്യങ്ങളിലാണോ സ്വതന്ത്രമായി താൻ തീരുമാനങ്ങൾ എടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്, ആ ജീവിതത്തെ പിന്നീടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. അതിന് വിവാഹത്തിന് മുമ്പേ നമ്മൾ എക്യുപ്ഡ് ആവണം, വിവാഹത്തിന് മുമ്പേ നമ്മൾ പ്രിപ്പയർഡ് ആവണം, ഫിനാൻഷ്യലി കേപ്പബിൾ ആയിരിക്കണം. അതൊരു വലിയ 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 പോയിൻ്റാണ്. അതിനെക്കുറിച്ച് അഭിരാമി സംസാരിക്കുന്നത് കാണുമ്പോൾ
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കോൺവെർസേഷൻസ് അത് നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും കാണണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിവാഹത്തെക്കുറിച്ചും വിവാഹാനന്തര ജീവിതത്തെക്കുറിച്ചും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസിനെ കുറിച്ചുമൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഡിവോഴ്സിന് പ്രിപ്പയർഡ് ആവണം, എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലും നമ്മൾ എക്യുപ്ഡ് ആയിരിക്കണം, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് അടുത്ത റീലിലേക്ക് പോവാം. ഈ റീല് ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാകും. റീലിന് ശേഷം അവരെന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. In a country where everybody does not want to talk about sex. We are number 1 in population. Yeah. So clearly they're having it, but they don't want to talk about it. True. So I find that extremely funny in a country. So Aruju, that much smarter. Ante enduku chestunnaru kada. చేసేప్పటికి బిడ్డలు పుట్టుసా అంటాడు. అంటే ఏదో ఒక ఫ్యాక్టరీ లాగా ప్రతి వాళ్ళు 10 బిడ్డలు పెట్టుకుంటారు. అంటే అందరం తెలిసే అయ్యో బిడ్డలు పుట్టించాము అందుకోసం కష్టపడతాం. అసలు ఎందుకు పుట్టించా ఫస్ట్ ప్లాన్ చేసుకొని మన చేతిలో అవుతుందని చెప్పుకొని దెన్ హ్యావ్ ఎ చైల్డ్. డోంట్ హ్యావ్ ఎ చైల్డ్ అండ్ దెన్ ప్లాన్. Because nowadays economy also has changed. Yeah. You know, it's expensive to have children. So until you're actually sure you can handle a child, don't then have a child and go begging everybody. I'm not against having children. But ఏంటంటే నా దగ్గర నుంచి చాలా మంది వస్తారు అన్నమాట. మన చేతిలో కొడుకు ఉంది అంటే తమిళ పాప ఉంది హెల్ప్ చేయండి. అయితే నేను పుట్టించిన లేదు కదా, మీరే కదా రిజిస్టర్ తీసుకున్నారు, నేను దానికి మీరు చేసిన తప్పుకి నేను ఎందుకు వచ్చేసి హెల్ప్ చేయాలి? And I've told my own staff and people who are around me, get married when you have the financial ability to take care of another person. If you're wanting to have a child when you have financial stability. True. Yeah. Don't have a child and expect me to take care of your child. I'm not taking care of your child. You take care of your own damn child. So, don't expect help for you, something that you have done. నా తాత చచ్చిపోతున్నారు అందుకే నేను బిడ్డ పుట్టించాను, పార్టీ చచ్చిపోతున్నాను అందుకే బిడ్డ పుట్టించాలి. అందరూ చచ్చేవాళ్ళే, అందరూ చచ్చేవాళ్ళే. దానికోసం మన లైఫ్ చెయ్యి కోసుకొని మేము ఏదో చేయకూడదు. దట్స్ వాట్ ఐమ్ సేయింగ్. Emotional blackmail is still there. Choices falling into that blackmail or not is the question. നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം എന്നാണെങ്കിൽ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആവൂ, പ്ലാൻ ചെയ്യൂ, എക്യുപ്ഡ് ആവൂ. അതിനുശേഷം പിള്ളേരെ ഉണ്ടാക്കൂ. പിള്ളേരുണ്ടായതിന് ശേഷം പിള്ളേരെ വളർത്താൻ നമ്മൾ എന്ത് ചെയ്യും എന്നാലോചിച്ച് ടെൻഷൻ അടിക്കുക. പിള്ളേരുണ്ടായതിന് ശേഷം എനിക്കൊരു കുഞ്ഞും കൂടി ഉണ്ട്, എൻ്റെ സാലറി കൂട്ടിത്തരണം എന്ന് പറയുന്ന പോലത്തെ പരിപാടികൾ കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് പ്രിപ്പയർഡ് ആവും. നമ്മൾ എത്രയോ വീഡിയോസിൽ റിപ്പീറ്റ് മോഡിൽ പറയുകയാണ്, കല്യാണം കഴിക്കാൻ റെഡി ആവുന്നതിന് മുമ്പ് ഒരു കുടുംബജീവിതം നമ്മൾ ഒരാളെയും കൂടി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ ആൾ ഫിനാൻഷ്യലി എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും അത് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും തമ്മിൽ സംസാരിച്ച് അതിന് റെഡി ആയതിനു ശേഷം മാത്രം കല്യാണം കഴിക്കുക. കല്യാണം കഴിച്ചു പോയി എൻ്റെ ജീവിതം ഞാൻ ഇനി എങ്ങനെ ഇത് മാനേജ് ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്യുന്നത് കുറ്റം ചെയ്തതിന് ശേഷം നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം അന്വേഷിക്കുന്നത് പോലെയാണ്. നമ്മൾ കല്യാണത്തിന് മുമ്പ് പ്രിപ്പയർഡ് ആവും. അതേപോലെ തന്നെ നമ്മളൊരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഒരുപാട് കാര്യം വരലക്ഷ്മി തന്നെ പറയുന്നത് പോലെ നമ്മുടെ എക്കണോമി മൊത്തം മാറിയിരിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സെക്സിനെ കുറിച്ച് സംസാരിക്കാൻ ചമ്മലുള്ള നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ജനിച്ചുകൊണ്ടേയിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല, പക്ഷേ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ മിണ്ടൂല. അത് നമ്മുടെ സംസ്കാരത്തിന് അയ്യോ എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നമൊക്കെയാണ്. എപ്പോഴും ഞാൻ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, അച്ഛനമ്മമാർ പറയും കല്യാണം കഴിഞ്ഞ ആൾക്കാരോട്, എടാ ഒരു കുഞ്ഞൊക്കെ വേണ്ടേ, കുഞ്ഞിക്കാല് ഞങ്ങൾക്ക് കുഞ്ഞിക്കാല് കാണണ്ടേ, നിങ്ങളൊരു കുഞ്ഞിനെ ഉണ്ടാക്കൂ. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കുഞ്ഞുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് നോക്കേണ്ടത് നമുക്ക് ഭയങ്കര ഉത്തരവാദിത്വമല്ലേ, പിന്നെ ഫിനാൻഷ്യലി നമ്മൾ റെഡി ആവണ്ടേ, നിങ്ങളൊന്ന് പെറ്റ് തന്നിട്ട് പോയാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്ത് നോക്കിക്കോളാം? നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നൊരു പറച്ചിലാണ്, അതായത് അരി ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ പ്രസവിച്ചു, അല്ലെങ്കിൽ തോട് മുറിച്ച് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രസവവേദന വന്നു അപ്പം തന്നെ പെറ്റിട്ട് ഉടനെ ബാക്കി ജോലിക്ക് പോയി. കാരണം പെറുക എന്ന് പറയുന്നത് എന്തോ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ഒരു പ്രോസസ്സ് പോലെ കണ്ടിരുന്നു. അതിനെ വാഴ്ത്തിപ്പാടുന്ന ആളുകളുണ്ട്. പക്ഷേ അന്ന് 10 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 3 എണ്ണമെങ്കിലും എന്തെങ്കിലും അസുഖം വന്ന് മരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ മാൽന്യൂട്രീഷൻ്റെ പേരിൽ മരിച്ചു പോകും, അതുപോലെ പ്രസവ സമയത്ത് മരിച്ചു. ഇങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസും ഉണ്ടായിരുന്നു. അങ്ങനെ പെറ്റുകൂട്ടി ഒരു 10 പിള്ളേരെ പെറ്റാലാണ് ചിലപ്പോൾ ഒരു 3 എണ്ണമെങ്കിലും 18 വയസ്സ് താണ്ടുള്ളൂ. ഇതിൽ കുറേ എണ്ണം ചിലപ്പോൾ നാട് വിട്ടുപോകും. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള, ഭക്ഷണത്തിനുള്ള, സുരക്ഷിതമായി ഉറങ്ങുന്നതിനുള്ള, അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. അതിൻ്റെ അർത്ഥം പണ്ട് പിള്ളേരെ ഉണ്ടാക്കിയിട്ടിട്ട് ഏത് വഴിക്ക് പോയി കഴിഞ്ഞാലും പിള്ളേരെ എങ്ങനെയെങ്കിലും കൊണ്ടും കൊടുത്തൊക്കെ വളർന്നോളൂ. അപ്പുറത്തെ വീട്ടിൽ പോയിട്ടോ 2 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പിള്ളേർ എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നോളും. ഇന്ന് അങ്ങനെയല്ല. പിള്ളേരെ വളർത്തുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. അതിന് കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. ഈവൻ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. പിള്ളേർ വളർന്ന് വലുതാവുമ്പോൾ അവരോടൊപ്പം ഓടാൻ നമ്മളും റെഡി ആയിരിക്കണം. അങ്ങനെ ഏതൊക്കെ തലങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്രിപ്പയർഡ് ആവണമെന്നറിയോ? ഇതൊന്നും ചെയ്യാതെ പിള്ളേരുണ്ടാക്കും എന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മൂമ്മക്ക് കണ്ണടക്കണതിന് മുമ്പ് ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് പറഞ്ഞിട്ട് ഇവർ
എന്തിനാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്? പലപ്പോഴും കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിക്കഴിഞ്ഞിട്ട് എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്, അവരുടെ കാര്യം നോക്കണം, അവരുടെ കാര്യം നോക്കാൻ പ്രാപ്തനാവും അല്ലെങ്കിൽ ത്തിയിലേക്ക് എത്താൻ പറ്റുമെന്നൊരു ഉറപ്പുള്ളപ്പോൾ മാത്രം ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ. അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിലാണ് ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ അപേക്ഷിക്കുക, പുറകെ നടക്കുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുക. വരലക്ഷ്മി അവരുടെ സ്റ്റാഫിനോട് പറഞ്ഞു എന്ന് പറയുന്ന കാര്യവും നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രിപ്പയർഡ് ആവും. അല്ലാതെ നിങ്ങൾക്ക് കുഞ്ഞുണ്ടായി എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമല്ല. നിങ്ങൾക്ക് സാലറി കൂട്ടിത്തരാനോ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ അയവ് വരുത്താനോ വേണ്ടിയുള്ള എൻ്റെ ഉത്തരവാദിത്വം അല്ല അത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കാനോ ഓക്കെ ആയി എല്ലാ തലത്തിലും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പിള്ളേരെ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ നമ്മൾ വളർത്തപ്പെടുന്ന സാഹചര്യത്തിൻ്റെ കൂടിയായിരിക്കും പിള്ളേരെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അതായത് പിള്ളേരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. പിള്ളേരെങ്ങനെ വളരുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതല്ല. ഇത് പഴയ രീതിയാണ്. പക്ഷേ ഇന്ന് പിള്ളേരെങ്ങനെ വളരുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കടമ. ആ കടമ നിർവഹിക്കാൻ റെഡിയായിട്ടുള്ള ആൾ മാത്രമേ കുഞ്ഞിനെ ഉണ്ടാക്കാൻ പാടുള്ളൂ. പണ്ട് അങ്ങനെയല്ല, കുഞ്ഞിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കടമ. ബാക്കി എങ്ങനെയെങ്കിലും നടന്നോളും. അപ്പൂപ്പൻ്റെ വീട്ടിലോ വല്യച്ഛൻ്റെ വീട്ടിലോ കുഞ്ഞമ്മയുടെ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയി എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നോളും. ഇനി വളർന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം 2 എണ്ണം പോയാലും നമ്മൾ 10 എണ്ണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതുപോലെ അല്ല ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ കയ്യിൽ ഒരു നല്ല ഉദാഹരണമുണ്ട്. ജസ്റ്റിസ് മാറഞ്ചേരി കരുണാകര മേനോനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അത് അങ്ങനെ പറഞ്ഞാൽ ചില ആളുകൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഇന്ദുചൂടൻ്റെ അച്ഛൻ, നരസിംഹത്തിലെ ഇന്ദുചൂടൻ്റെ അച്ഛൻ, ഇദ്ദേഹത്തിൻ്റെ ഗുമസ്തൻ മകളുടെ കല്യാണത്തിന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ജസ്റ്റിസിൻ്റെ അടുത്ത് ചെല്ലുന്നു. അദ്ദേഹം പണം ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയാളെ തിരിച്ചയക്കുന്നു. ആ കലിപ്പിനാണ് ഈ പുള്ളിയുടെ ചെരുപ്പ് കൊണ്ടുപോയി കൊല ചെയ്യപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ തെളിവായിട്ട് ഇദ്ദേഹം കൊണ്ടിടുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇയാൾ മനസ്സിലാക്കുന്നത് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പണം കൊടുത്ത് ഓൾറെഡി സഹായിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങേരുടെ കൈ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. അത് പറയുമ്പോഴേക്കും അദ്ദേഹം ഒരു നന്മമരമായിട്ട് മാറുന്നുണ്ട്. അതായത് നമ്മളെ ആശ്രയിച്ച് നമ്മുടെ കീഴിൽ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ അവരുടെ മക്കളുടെ വിവാഹം, പഠനാവശ്യം, ഇതിനൊക്കെ വേണ്ടിയിട്ട് സഹായം ചോദിക്കുന്ന സമയത്ത് സഹായം ചെയ്യുന്ന ആൾ നല്ല മനുഷ്യനാണ്. സഹായം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ കണ്ണിച്ചോരയില്ലാത്തവനാണ്, ദുഷ്ടനാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഇമേജ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കും. ആക്ച്വലി അയാൾ എന്ത് ദുഷ്ടത്തരമാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് വരലക്ഷ്മി ശരത് കുമാറും പറഞ്ഞത്. നിങ്ങൾ പിള്ളേരെ ഉണ്ടാക്കിയിട്ട് അതിനുശേഷം ഓരോ ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പിള്ളേരുടെ ചിലപ്പം പ്രായപൂർത്തിയാവുന്നതിൻ്റെ ആഘോഷ പരിപാടികളായിരിക്കാം, വിദ്യാഭ്യാസ ചിലവുകളായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ വിവാഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചിലവുകളായിരിക്കാം. ഓരോ മനുഷ്യനും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഡൗണിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ അപ്രതീക്ഷിതമായി സംഭവിച്ചേക്കാം. അങ്ങനെ അല്ലാത്ത ഘട്ടങ്ങളിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുമ്പോൾ ഈ കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന എക്സ്പെൻസുകൾ, അതിലേതൊക്കെയാണ് നമ്മൾ വഹിക്കേണ്ടത്, ഏതിനൊക്കെയാണ് കുഞ്ഞിനെ നമ്മൾ പ്രാപ്തരാക്കേണ്ടത് എന്ന് പറയുന്ന കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിള്ളേരെ ഉണ്ടാക്കണം. അല്ലാതെ പിള്ളേർ വലുതാവുന്ന സമയത്ത് നമ്മൾ ആരെയൊക്കെയാണോ കണ്ടിട്ടുള്ളത് നമ്മളെക്കാൾ സാമ്പത്തികമായി വളർന്നു നിൽക്കുന്നത് അവരുടെ അടുത്ത് പോയി സഹായം ചോദിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ വരലക്ഷ്മി ശരത് കുമാർ അങ്ങനെ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ കാശൊന്നും കൊടുക്കാറില്ല എന്ന് പറയുമ്പോഴേക്കും എന്ത് കണ്ണിച്ചോരയില്ലാത്തവരാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ വരലക്ഷ്മി പറഞ്ഞതാണ് അതിലെ പോയിന്റ്. നിങ്ങൾ പിള്ളേരെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരെ മാനേജ് ചെയ്യാൻ, അവരുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരു പോഷക നദിയായി തുടരാൻ മാത്രം എക്യുപ്ഡ് ആണെങ്കിൽ മാത്രം അത് ഉണ്ടാക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ ഉണ്ടാക്കിയതിന് ബാക്കിയുള്ളവർ ബാധ്യസ്ഥരാണെന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ. മരുമക്കൾ രാഷ്ട്രീയം എന്നുള്ള പേരിൽ ഒരുപാട് പ്രചരണങ്ങൾ വന്നിട്ടുണ്ട്. സാറിന് ഇങ്ങനെ ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ നിന്നിട്ട് ഫൈനലി ഇങ്ങനെ ഇത് കേൾക്കേണ്ടി വന്നപ്പോൾ അത് അഫക്റ്റഡ് ആയോ? അതിനെക്കുറിച്ച് എന്താ ചിന്തിച്ച്? അത് ഒരു തരത്തിൽ എഫക്റ്റ് ആവില്ല. അതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രത്യേകത. വല്ലാത്തൊരു മനക്കരുത്ത് നമുക്ക് തരുന്നൊരു സംഗതി കൂടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം. പറയേണ്ടവർ പറഞ്ഞോട്ടെ, അതൊക്കെ ജനങ്ങൾക്ക് ധാരണയുണ്ട് എന്ന് ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എലക്ഷൻ വരാൻ പോവുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെ കുറിച്ച് മരുമകൻ മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ഒരു ചടങ്ങിൽ വിളിച്ചില്ല, പ്രധാനമന്ത്രി വന്നൊരു ചടങ്ങിൽ അദ്ദേഹത്തിനെയും ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ മരുമക്കളെ ക്ഷണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ മരുമക്കളെ ക്ഷണിക്കേണ്ട, നിങ്ങൾ മന്ത്രിയെ ക്ഷണിച്ചില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് ആ പെർട്ടിക്കുലർ വകുപ്പിൻ്റെ. അദ്ദേഹം ആരുടെയെങ്കിലും മരുമോനാണോ മുത്തച്ഛനാണോ എന്നുള്ളത് ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിഷയവുമല്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് തളർത്താൻ ശ്രമിക്കുന്നൊരു കാര്യമുണ്ട്, ഈ നെപ്പോട്ടിസം എന്ന് പറയുന്നൊരു കാര്യം. അതായത് തങ്ങളുടെ മക്കളോ ബന്ധുക്കളോ വളരുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ വളർച്ച തടയുന്ന കാര്യം, അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്, എതിർക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഒരാൾ അയാളുടെ കഴിവ് കൊണ്ട് വളർന്നു വരുന്ന സമയത്ത് അയാൾ മറ്റൊരാളുടെ ബന്ധുവാണ് എന്നുള്ളതുകൊണ്ട് അയാളെ വിലയിരുത്തുക, കുറച്ച് കാണുക എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള പരിപാടിയാണോ? രാഷ്ട്രീയം എന്താണെന്ന് പഠിപ്പിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്ന് പഠിപ്പിക്കേണ്ടി വരിക എന്ന് പറയുന്നത് കഷ്ടമാണ്. പക്ഷേ കേരളത്തിലെ നിലവിലെ സാഹചര്യം, പ്രത്യേകിച്ച് ഈ ഒരു കാര്യം കൂടി എടുത്തു വെച്ച് നോക്കുമ്പോൾ വളരെ കഷ്ടമാണ്. എന്ന് വെച്ചാൽ മെച്യൂരിറ്റിയോടുകൂടി
രാഷ്ട്രീയത്തെ വിലയിരുത്തുക, രാഷ്ട്രീയ പ്രവർത്തകരെ വിലയിരുത്തുക, പരസ്പര വിമർശനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ കാര്യത്തിൽ വളരെ ശോകമാണ്. എന്ന് വെച്ചാൽ ഇതിന് പാർട്ടി വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇന്ന പാർട്ടിയിലാണ് കൂടുതൽ വിവരവും സംസ്കാരവും ഇല്ലാത്തവരുള്ളത്, ഇന്ന പാർട്ടിയിലാണ് കൂടുതൽ വിവരവും സംസ്കാരമുള്ളവർ എന്നൊന്നുമില്ല. എല്ലാ പാർട്ടിയിലും കാണും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു മെച്യൂരിറ്റിയും ഇല്ലാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളുകൾ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ് നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ യുവജന പാർട്ടി പ്രവർത്തകർ. അവർ പൊതു ഇടങ്ങളിൽ നിന്ന്, തെരുവുകളിൽ നിന്ന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുമെന്ന് വരെ ആക്രോശിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മൾ ചോദിക്കാറുണ്ട്, ഈ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ എന്താ ഇങ്ങനെയായി പോകുന്നത്? അവിടെ എന്താ നിങ്ങൾ ഈ രാഷ്ട്രീയം, അതായത് വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്ക് നല്ല കോച്ചിങ് കൊടുക്കാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. നമ്മൾ എന്തൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കിയാലും ഇവർ കണ്ടു വളരുന്നത് എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇവരെല്ലാവരും ചുറ്റും നോക്കുന്നത്, അതായത് വളർന്നു വരുന്ന ഓരോ രാഷ്ട്രീയ പ്രവർത്തകർ ബഡ്സ് ഉണ്ടല്ലോ, അവർ ചുറ്റും നോക്കുമ്പോൾ പൂത്തുലഞ്ഞ് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ മുഹമ്മദ് റിയാസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി, മന്ത്രിയാവുന്നതിന് മുമ്പും അതിന് ശേഷവും അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാതിരുന്നത്, അതിനെ വിലയിരുത്തി വിമർശിക്കുക, നല്ലത് പറയേണ്ടതിന് നല്ലത് പറയുക എന്നൊരു കാര്യത്തിന് പകരം വളരെ സിമ്പിളായിട്ട് ഒറ്റ ആരോപണമാണ്, മരുമകൻ മന്ത്രി, പരിപാടി കഴിഞ്ഞു. നമ്മളൊരാളുടെ പ്രവർത്തനത്തിനെ വിലയിരുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ രാഷ്ട്രീയ വിവരമില്ലായ്മ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും പുറത്തുള്ള പാർട്ടികളും അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ പല ആളുകളെയും വിലയിരുത്തുന്നത് ഈ രീതിയിലാണ്. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർ യാതൊരു പക്വതയും കാണിക്കാതിരിക്കുമ്പോൾ ജനങ്ങളും ആ തരത്തിലേക്ക് മാറും. ജനങ്ങളുടെ വഴികാട്ടി രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മളെന്നും ഇപ്പോൾ ഇത്രയും ന്യൂസ് ചാനലുകൾ ഉള്ളതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിസ്ഥാനമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചളി ചാണക ഏറുകളാണ്. ഈ ഏറുകളൊക്കെ കണ്ട് വളർന്നു വരുന്ന ആളുകൾ പോലും, അതായത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ പോലും രാഷ്ട്രീയ പ്രവർത്തകരെ ഇങ്ങനെയൊക്കെയാണ് വിലയിരുത്തുക. മുഹമ്മദ് റിയാസ് മരുമകനായിട്ടുണ്ടെങ്കിൽ ആ യാത്ര, അതായത് മരുമകനാകുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ യാത്രയുണ്ട്, ആ യാത്രയെക്കുറിച്ച് പോലും ഇവിടെ ആരും സംസാരിക്കുന്നില്ല. മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയുമില്ല. ആകെയുള്ളൊരു കാര്യം ഇദ്ദേഹം ആരുടെ മരുമകനാണ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾ നമുക്ക് പോസിറ്റീവായി ഒന്നും തരില്ല. ഇങ്ങനെയുള്ള വിമർശനങ്ങളും മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല. കാരണം ചെളി വാരി എറിയലുകളൊക്കെ ഒരുവിധപ്പെട്ട പൊളിറ്റീഷ്യൻസ് ഒന്നും അതവരെ ബാധിക്കുന്നതല്ല. അറ്റ്ലാസ്റ്റ് എന്താണ് സംഭവിക്കുക? ഇവർക്ക് കിട്ടുന്ന സമയം, ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ടി വിയിൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ കിട്ടുന്ന സമയം, ആ സമയം ഇവർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ആ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തട്ടി മാറ്റിയിട്ട് അയാൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. അതേസമയം അടിസ്ഥാനമുള്ള ഉന്നയിക്കപ്പെടേണ്ട ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. എൻഡ് ഓഫ് ദ ഡേ ജനങ്ങൾ, സങ്കടമുണ്ട് പറയാൻ, മണ്ടന്മാരാക്കപ്പെടും. നെക്സ്റ്റ് റീലിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിസ്മയ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രിയങ്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു ഭർത്തൃഗൃഹത്തിൽ. രാജൻ ബി ദേവിന്റെ മകനായിരുന്നു. ഒരു അന്വേഷണം ഉണ്ടായില്ലല്ലോ. ആൻഡ് മുൻകൂർ ജാമ്യം കൊടുത്തു. ഒരാളും ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഒരാളും ആ വിഷയത്തിൽ വലിയ സംവാദം നടത്തിയിട്ടില്ലല്ലോ. അപ്പൊ വിസ്മയ മാത്രം എങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു? അത് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ വിഷമം വരും. വിസ്മയ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം, എനിക്ക് ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, വിസ്മയ മരണപ്പെട്ടതിന് ശേഷം ഇറങ്ങിയ കേരളത്തിലെ ഒരു സോ കോൾഡ് ആഴ്ചപ്പതിപ്പിന്റെ കവർ പേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. സ്വർണം മുഴുവൻ ഇട്ട് ഒരു ചിരിക്കുന്ന ഫോട്ടോ ഉള്ള ഒരു പിക്ചറാണ് കവർ പേജായി കേരളത്തിലെ ഒരു മുഖചിത്രം വന്നത്. അത് പേര് ഞാൻ പറയുന്നില്ല. കൊല്ലപ്പെട്ടതിന് ശേഷം ചൂടപ്പം പോലെ ആ സാധനം വിറ്റ് കഴിഞ്ഞു. എന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്ന നുണക്കുഴി, എന്താ ചിരി മാഞ്ഞ മുഖം, നുണക്കുഴി മാഞ്ഞ മുഖം എന്നായിരുന്നു അതിന്റെ ക്യാപ്ഷൻ. അപ്പം നുണക്കുഴി, സ്വർണ്ണാഭരണ ഭൂഷിതയായ പെൺകുട്ടി, കാണാൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോ കോൾഡ് സൗന്ദര്യത്തിന്റെ മുഖം, ഇതൊക്കെയായിരുന്നു ചർച്ച. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ വൈകുന്നേരം ചർച്ച നടത്തി. ഒരു വീട്ടമ്മ പറഞ്ഞു, എന്തൊരു സൗന്ദര്യ കൊച്ചിനെ കാണാൻ. അപ്പൊ സൗന്ദര്യമായിരുന്നോ ചർച്ച? സൗന്ദര്യം ഉണ്ടായതുകൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്തത്. പ്രിയങ്കയ്ക്ക് ആ സൗന്ദര്യം ഉണ്ടായിരുന്നില്ലേ? പ്രിയങ്ക എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഇരുണ്ട നിറമുള്ള പെൺകുട്ടിയായിരുന്നു. അവളുടെ മുഖം കാണിച്ചാൽ പ്രൈം ടൈം ചാനൽ ചർച്ചയ്ക്ക് അത് വിറ്റുപോകുമായിരുന്നില്ല. നമുക്ക് ആൾക്കും പ്രിയങ്കയുടെ മുഖം ഓർമ്മ, ഇപ്പം എനിക്കോ അങ്ങേക്കോ അല്ലെങ്കിൽ വേറെ ആൾക്കും പ്രിയങ്കയുടെ മുഖം പോലും ഓർമ്മയില്ല. എന്തുകൊണ്ടാ? ഇതാണ്. അപ്പൊ വിസ്മയ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സോ കോൾഡ് സൗന്ദര്യത്തിൽ പെട്ടതുകൊണ്ടായിരുന്നു വിസ്മയ്ക്ക് മാത്രം നീതി വേണമെന്ന് ആവശ്യപ്പെട്ടത്. വിസ്മയ്ക്ക് മാത്രം മതിയായിരുന്നു നീതി. കേരളത്തിൽ ഈ സ്ത്രീധന സംബന്ധമായി വിസ്മയയ്ക്ക് തൊട്ട് മുമ്പും വിസ്മയയ്ക്ക് തൊട്ട് ശേഷവും സ്ത്രീധന സംബന്ധമായി ആക്രമിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടുണ്ടോ? വിസ്മയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കോടതി വരുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നു, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നു, സ്പെഷ്യൽ അന്വേഷണം നടക്കുന്നു. വളരെ വേഗത്തിൽ കോടതി പ്രതിക്ക് ജാമ്യം പോലും കൊടുക്കാതെ വിചാരണ കാലയളവിൽ അല്ലെങ്കിൽ റിമാൻഡ് കാലയളവിൽ തന്നെ വിചാരണ നടത്തി ശിക്ഷിപ്പിച്ച് അകത്ത് വിടുന്നു.
ഈ കേസ് മാത്രമേ കേരളത്തിൽ സ്ത്രീധന സംബന്ധമായിട്ടുണ്ടായിരുന്നുള്ളൂ? അല്ല. സോ നിങ്ങൾക്കൊരു താല്പര്യം ഒരാളിലുണ്ടെങ്കിൽ അവർക്ക് നീതി, നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം നീതി. ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പല്ല ഉള്ളത്. കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യണം എന്ന് പറയുന്നൊരു കാര്യമാണ് തോന്നിയത്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്നത് വിസ്മയയ്ക്ക് മുമ്പും ശേഷവും ഇഷ്ടംപോലെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്ന് വെച്ചാൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ അതിന് വേണ്ടിയിട്ട് ഒരു ഡെയിലി ക്യാപ്സ്യൂൾ, ഒരു അരമണിക്കൂർ സമയം കേരളത്തിലെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രൈമുകളെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അരമണിക്കൂർ വെച്ച് ചെയ്യാൻ പറ്റുന്ന അത്രയും ഉണ്ട്. കവർ പേജ് ആക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ മാധ്യമങ്ങൾക്ക് കവർ പേജ് ആക്കാൻ പറ്റുന്ന പെൺകുട്ടികൾ ഇവിടെ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. പറയുന്നത് ഭയങ്കര വിഷമുള്ള കാര്യമാണ്. ഇതൊരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, പെൺകുട്ടികൾ ഇവിടെ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിനെ നമ്മൾ എടുക്കുമ്പോഴും ഒരു സാധാരണ സംഭവം പോലെ ഓരോ മണിക്കൂറിലും ഇവിടെ പെൺകുട്ടികൾ ആക്രമണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ കാര്യങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യാൻ, അത് മാത്രമെന്നല്ല, ആ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യണം എന്ന് നമ്മുടെ മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ നമ്മൾ ഏത് സമയം TV ഓൺ ചെയ്താലും ഏത് സമയം നമ്മൾ ഓൺലൈൻ മീഡിയ എടുത്ത് നോക്കിയാലും നമ്മൾ ഈ വാർത്ത മാത്രമേ കാണുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഈ മാധ്യമങ്ങൾക്ക് 24 മണിക്കൂർ ഇത് മാത്രമല്ലല്ലോ, അവർക്ക് വേറെയും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകളുള്ള കേസ് കൂടിയായിരിക്കണം. പണ്ട് ഈ ജേർണലിസത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി ആളുകൾ പറയുന്നതാണ്, പട്ടി മനുഷ്യനെ കടിച്ചു എന്ന് പറയുന്നത് അതൊരു വാർത്തയല്ല, അത് സ്ഥിരമായി സംഭവിക്കുന്നതാണ്. പക്ഷേ മനുഷ്യൻ ഒരിക്കൽ പട്ടിയെ കടിച്ചു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ വാർത്തയാവും. അപ്പോൾ അതിന് ജനശ്രദ്ധ കിട്ടും. അതായത് എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് സാധനം വേണം, അല്ലെങ്കിൽ ജനങ്ങളുടെ സിമ്പതി പെട്ടെന്ന് പിടിച്ചു പറ്റാൻ പറ്റുന്ന ഒരു എലമെൻറ്റ് വേണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ പറ്റുന്ന എലമെൻറ്റ്സ് നമ്മുടെ മാധ്യമപ്രവർത്തകർ കണ്ടെത്തുന്നത്. ദൗർഭാഗ്യവശാൽ ആ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സോക്കോൾഡ് സൗന്ദര്യ സങ്കല്പങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ സിമ്പതി പിടിച്ചു പറ്റാൻ പറ്റുന്ന, അതുമല്ലെങ്കിൽ ജാതീയമായി മുന്നിൽ നിൽക്കുന്ന, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ അനുസരിച്ചിട്ടാണ് ഇവിടെ വാർത്തകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ജനങ്ങളത് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ട എത്രയോ പെൺകുട്ടികളുണ്ട്, എത്രയോ ദളിത് പെൺകുട്ടികൾ ഇവിടെ ആക്രമിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു, ആദിവാസി പെൺകുട്ടികൾ ഇവിടെ ഛിന്ന ഭിന്നമാക്കപ്പെടുന്നു. പക്ഷേ വാർത്തകളിൽ നിറയുന്നത്, ജനങ്ങളൊരു വലിയ സിമ്പതി കൊടുക്കുന്നത് ആ വിഭാഗങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്കല്ല എന്ന് തോന്നിയിട്ടുണ്ട്. വിസ്മയുടെ കേസിൽ ഇപ്പോൾ ഇദ്ദേഹം അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ ഇത്രയും സ്വർണ്ണാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന, ചിരിക്കുമ്പോൾ നുണക്കുഴിയൊക്കെ വരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി, ആ പറഞ്ഞിട്ടുള്ള ആളുകളുടെ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഉള്ളിൽ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി, ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് ഈ ഗതി വന്നല്ലോ, ഇങ്ങനെ സുന്ദരമായി ചിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറയുന്നതാണ് അവിടെ വർക്ക് ചെയ്യുന്നൊരു സിമ്പതി. ഉത്തരയുടെ കേസിൽ ആ പെൺകുട്ടിക്കുണ്ടായിരുന്ന ശാരീരിക തടസ്സങ്ങളായിരുന്നു അവിടുത്തെ ഒരു വലിയ സിമ്പതി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. കുറച്ച് നാളുകൾക്ക് മുമ്പ് 200 പവൻ സ്വർണം സ്ത്രീധനം കൊടുത്തിട്ടും ആ പെൺകുട്ടിക്ക് ഈ അവസ്ഥ വന്നല്ലോ. അതായത് അവിടെ ആ ഇത്രയും സ്ത്രീധനം കൊടുത്തു എന്ന് പറയുന്നതാണ് ആ പെൺകുട്ടിക്ക് സിമ്പതി നേടിക്കൊടുക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പെൺകുട്ടിയാണ്, ഒരു മനുഷ്യജീവിയാണ് ഇവിടെ വേട്ടയാടപ്പെട്ടത്. അവരുടെ വ്യക്തി എന്ന നിലയ്ക്കുള്ള വാല്യൂ 0 ആയി കണക്കാക്കിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന സൗന്ദര്യത്തെ, അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്ത്രീധനത്തെ, അവർ ഹോൾഡ് ചെയ്യപ്പെടുന്ന ഒരു ജാതിയെ, ഒരു സമൂഹത്തിന്, ഇതിനെയൊക്കെയാണ് നമ്മൾ സിമ്പതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെയാണോ സിമ്പതി കിട്ടേണ്ടത്? പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാവുക എന്നുള്ളതല്ലേ? വിസ്മയയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി ഇത്രയും ഫാസ്റ്റായി നീങ്ങിയ നമ്മുടെ ഈ സിസ്റ്റം, ഇത്രയും ആളുകൾ സംഘടിച്ചിട്ടുള്ള ഒരു സാഹചര്യം, ഇതെല്ലാ പെൺകുട്ടികളും അർഹിക്കുന്നില്ലേ? അതിവിടെ നൽകപ്പെടുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ആരാണ് പ്രതിയാവുന്നത്? മാധ്യമങ്ങളെ നമുക്ക് പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുണ്ട്. സിമിലറായിട്ടുള്ള ഒത്തിരി ക്രൈം നടക്കുകയാണ്. അതിൽ ശ്രദ്ധ നേടുന്ന, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെട്ടുകൊണ്ട് മരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയോ കേസുകൾ ഉണ്ടാകുന്നു. പക്ഷേ കഴിഞ്ഞ 1-2 ദിവസം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത് അലുവയായിരുന്നു. കാരണം ആ പേരിലുള്ള ഒരു രസം. അയാൾ റോഡിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നു, സിനിമ സ്റ്റൈലിൽ കൊല ചെയ്യപ്പെടുന്നു, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ വരുന്നു. ഈ CCTV ദൃശ്യങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു പത്രത്തിലെ ഒരു ചെറിയ കോളത്തിൽ വരുന്ന ഗുണ്ടാ നേതാവ് വെട്ടേറ്റ് മരിച്ചു, ഇത്രേ ഉണ്ടാവുള്ളൂ വാർത്ത. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ എന്തെങ്കിലും കിട്ടുമ്പോഴാണ് ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ജനങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യും, നമ്മൾ ഇതിലൊരു കണ്ടന്റും കൂടി കൊടുത്താൽ അവരത് ഷെയർ ചെയ്തോളും എന്നറിയുമ്പോഴാണ് മാധ്യമങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. സോ നമ്മുടെ കാഴ്ചപ്പാടുകളല്ലേ മാറേണ്ടത്? നമ്മുടെ നാട്ടിലെ ഓരോ പെൺകുട്ടിയും നീതി അർഹിക്കുന്നുണ്ട്. അവൾ വിവാഹാനന്തരം സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടോ, അതോ വഴിയിലിറങ്ങി നടക്കാൻ പേടിച്ച് വീട്ടിലിരിക്കേണ്ട അവസ്ഥയിലാണോ?
എല്ലാവരും ഇവിടെ നീതി അർഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള ശ്രമങ്ങളും ഒരു പൊതുവായിട്ടുള്ള മാറ്റവുമാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. 1-2 ആളുകൾക്ക് സഹതാപത്തിൻ്റെ പേരിൽ കിട്ടുന്ന നീതി എന്ന് പറയുന്നത് അത് നീതിയല്ല. നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക. ഞാനെന്തോ കൊടുത്തു, ഞാനെന്തോ ചെയ്തു, പാവാട്ടോ ആ കുട്ടി, നല്ലൊരു കുട്ടിയായിരുന്നു, ആ കുട്ടിയെ നമ്മൾ സംരക്ഷിച്ചു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫേക്കായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുകയാണ് നമ്മൾ. അതിന് മാറ്റം ഉണ്ടാവട്ടെ. നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ സിസ്റ്റത്തിന് കാതലായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഉണ്ടാവേണ്ട മാറ്റം. ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പാകത്തിനിട്ടതാണോ എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുകയാണ്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വേറൊരു റീലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും ഹിസ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കുഴിച്ചിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് അവൻ എന്നെ കൊന്നുകളയും, ഞാൻ പുറത്ത് പോയാൽ, എൻ്റെ ഡ്രസ്സ് മാറി കിടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ അവൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ആ ടോക്സിക് കാമുകൻ പരിപാടി ഉണ്ടല്ലോ. നമ്മൾ എത്രയോ കാലം കൊണ്ട് ഇത് ടോക്സിക് ആണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിയല്ല നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്, നമ്മുടെ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നതിന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട് എന്ന് പറയുന്നൊരു സാധനത്തിൽ നിന്നൊക്കെ വീണ്ടും നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. വീണ്ടും പോയിട്ട് അതിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. എന്നെ തല്ലുന്ന കാമുകൻ, ഓ ഹേട്ടായി എന്നെ ഒന്ന് തല്ലുമ്പോൾ എന്തൊരു സുഖം. അന്ന് അതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സ് പോലും പ്രോഗ്രസീവായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതായത് അന്ന് കലിപ്പനും കാന്താരിയുമായി അഭിനയിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ മറ്റൊരു സ്റ്റേജിലേക്ക് വരുമ്പോൾ കലിപ്പനും കാന്താരിയുമായി ജീവിച്ചിരിക്കാൻ പറ്റില്ല, നമ്മൾ കുറച്ചും കൂടി ലോകത്തെ വിശാലമായി കാണണം, വ്യക്തി സ്വാതന്ത്ര്യത്തോടുകൂടി ആളുകൾ ജീവിക്കുന്നൊരു സമൂഹമാണ്, അവിടെ പരസ്പര ബഹുമാനത്തോടുകൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന അവസ്ഥയെത്തി. പക്ഷേ ആ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് വയസ്സായി കഴിഞ്ഞപ്പോൾ അവരെ കണ്ടു വളർന്ന കുട്ടിപ്പിള്ളേരെല്ലാവരും ഇപ്പോൾ പഴയ പരിപാടി പൊക്കിക്കൊണ്ട് വരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനെയും സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. ഇങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടർ ട്രെയ്റ്റ്സ് ഉണ്ടല്ലോ, ഇതാണ് ഒരു പുരുഷ ലക്ഷണം, അല്ലെങ്കിൽ ഇതായിരിക്കണം ഒരു സ്ത്രീ ലക്ഷണം എന്നൊക്കെ പറഞ്ഞ് പരത്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ട്രാപ്പിൽ അടുത്തൊരു ജനറേഷനും കൂടി വീഴരുതേ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും പറയാറുള്ളത്. പക്ഷേ ആ ട്രാപ്പാണ് സ്വർഗം എന്ന് പറഞ്ഞു വരുത്തുന്ന കുറച്ച് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, അന്ന് ഈ കലിപ്പനും കാന്താരിയും ഒക്കെ വരുന്ന സമയത്ത് അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എതിരെ ഒരു ശബ്ദം ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഇത്തരം റീലുകളും കണ്ടന്റുകളും കാര്യങ്ങളും വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ഇങ്ങനെ അല്ല വേണ്ടത് എന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതുപോലെ നമ്മൾ ട്രോൾ പേജുകളൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ട് ഇത്തരം ടോക്സിസിറ്റിയെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന പേജുകളാണ്. പക്ഷേ ഇന്ന് ആ ടോക്സിസിറ്റിയെ കളിയാക്കുന്ന, അല്ലെങ്കിൽ അത്തരം കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലേക്കുള്ള പേജുകളും കൂടി വരുന്നു. അതും ഒരു ആശ്വാസമാണ്. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കണ്ടൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുമായിരിക്കും. ഇതാണ് ലൈഫ്, ഇതാണ് ശരി എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവും. പക്ഷേ ഈ തോന്നലുമായി മുന്നോട്ട് പോയി ഈ ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് വലിയ പരിക്കുകളില്ലാതെ ഈ സ്വതന്ത്രമായി ചിന്തിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ സ്വതന്ത്രമായി ചിന്തിച്ചു തുടങ്ങുന്ന സമയത്താണ് ഈ പ്രശ്നമാണിത് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലേക്ക് അവരെത്തുക. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ചില സിറ്റുവേഷൻസിൽ അത് വളരെ മോശമായിട്ടാണ് എൻഡ് ചെയ്യുക. എന്തായാലും അങ്ങനെ എൻഡ് ചെയ്യാതെ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഇവർക്ക് സ്വതന്ത്ര തീരത്തേക്ക് എത്താൻ പറ്റട്ടെ എന്നുള്ള ആശംസ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത റീലിലേക്ക് പോകാം. ഈ റീലോട് കൂടി ഇന്നത്തെ നമ്മുടെ റീൽ റിയാക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്? ഫ്രൈഡ് റൈസ്, കഞ്ഞി, ബിരിയാണി, ഗീ റോസ്റ്റ്, ബിരിയാണി, ചോറ്. ഫ്രീ ടൈം കിട്ടിയാൽ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യല്? കിടന്നുറങ്ങും, ഫ്രണ്ട്സായിട്ട് പുറത്തു പോകാൻ വേണ്ടി റീൽസ് ഒക്കെ ഇൻസ്റ്റ പാട്ട് കേൾക്കും. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഇപ്പൊ ഒരു സ്വപ്നമുള്ളത് ഒരു വീട്, ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുക, കടമില്ലാതെ ലൈഫ് എൻജോയ് ചെയ്യുക, നല്ല വീട്. കൂടുതൽ ടൈം ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യല്? മക്കൾക്ക് വേണ്ടിയിട്ട്. മക്കൾക്ക് വേണ്ടിയിട്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ, കുഞ്ഞിക്ക് വേണ്ടിയിട്ട്, എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും. കുട്ടികൾ സ്പെൻഡ്. മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ടൈം കണ്ടെത്താറുണ്ടോ? അതിന് നമുക്കൊരു ടൈം കിട്ടാറില്ല. ഇല്ല. അനക്ക് വേണ്ടിയിട്ട് സ്ട്രോങ് ഫാമിലി എവറി ഡേ.
എനിക്ക് ഇതിൻ്റെ അകത്ത് മിക്സഡ് ഫീലിങ്സ് ആണ്. ഒന്ന്, അവരവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു സ്ത്രീയുടെ കരുത്തെന്ന് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യരുത്. പ്ലീസ് ഡോണ്ട് സെലിബ്രേറ്റ് ഇറ്റ് ലൈക്ക് ദാറ്റ്. അവർക്ക് ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർ നാച്ചുറൽ നർച്ചറേഴ്സാണ്, അവർക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദേ ആർ സ്ട്രോങ്. അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ജീവിക്കുന്നതാണ് വുമൺഹുഡിൻ്റെ പീക്ക് എന്ന് അങ്ങനെ ഒരുപാട് പേര് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാലങ്ങളോളം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മാതൃത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ പെരുന്നാളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന സിനിമയിലെ അമ്മ കഥാപാത്രം. ആ അമ്മ കഥാപാത്രം എടുത്ത തീരുമാനത്തെക്കുറിച്ച്, അടിച്ചേൽപ്പിക്കപ്പെടുന്ന മഹത്വങ്ങളെക്കുറിച്ചാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ആണ്. ആ അടിച്ചേൽപ്പിക്കപ്പെടുന്ന മഹത്വങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് വരുന്നവരും അത് ചെയ്താലേ അവർ വാഴ്ത്തപ്പെടുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ അവർ കുറ്റക്കാരായിട്ട് മാറും. വേറൊരാൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് അവരുടെ കടമയാണ്, കർത്തവ്യമാണ്. അത് ചെയ്താൽ നിങ്ങളെ ഞാൻ വാഴ്ത്തും, നിങ്ങൾ അടിപൊളി സ്ത്രീയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും ജീവിക്കാൻ ചിന്തിച്ചാൽ നിങ്ങൾ മോശക്കാരിയാണ് എന്ന് പറയുന്ന ഈ എക്സ്ട്രീം പരിപാടി ഉണ്ടല്ലോ, ഇത് ഡോക്ടർമാരും അനുഭവിക്കുന്നുണ്ട്. ഡോക്ടർമാർക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ജോലി. അതിനവർ പൈസ ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ അവർക്ക് പറ്റാതിരിക്കുകയോ ചെയ്താൽ അവർ പ്രതിയാണ്, അവർ കുട്ടിച്ചാത്തനാണ്, അവരെ കൊന്നുകളയണം എന്ന് പറയുന്ന പോലെയൊക്കെയാണ് ആളുകൾ ചിന്തിക്കുക. ഇത് അടിച്ചേൽപ്പിക്കപ്പെടുന്ന മഹത്വത്തിൻ്റെ എക്സ്ട്രീം ചിന്തയുടെ പുറത്ത് സംഭവിക്കുന്നതാണ്. അങ്ങനെ വരരുത്. പക്ഷേ എനിക്ക് അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പുറകോട്ടൊന്ന് ചാഞ്ഞ് ഒരു ദീർഘനിശ്വാസം എടുക്കുക ചെയ്തത്. അതിൻ്റെ അർത്ഥം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ അവരുടെ ഉള്ളിനുള്ളിൽ, ഈവൻ അവരുടെ ശരീരത്തിന് പോലും അറിയാം നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭയങ്കരമായിട്ട് എക്സൈൽ ചെയ്യാന്ന് പറയില്ലേ, എന്തോ ഒരു കൊള്ളലുണ്ട് ഉള്ളിൽ, എവിടെയോ ചെന്ന് കൊള്ളും. ഞാൻ ഈ ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ട്. തെറാപ്പിക്ക് ഇരിക്കുന്ന സമയത്ത് എൻ്റെ സൈക്കോളജിസ്റ്റ് എൻ്റെ മുഖത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഉണ്ണി ഏറ്റവും ഇഷ്ടമുള്ള ആരോടൊക്കെയാണ്, എന്തൊക്കെയാണ് അവർക്കൊക്കെ വേണ്ടി ചെയ്തു കൊടുക്കുന്നത്, ഉണ്ണിക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്, ഉണ്ണിക്ക് വേണ്ടി ജീവിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ബാക്കോട്ട് ചാരിയിരുന്ന് ഒരു ദീർഘനിശ്വാസം വിട്ട എന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ ദീർഘനിശ്വാസം ആക്ച്വലി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും അറിയാം നമുക്ക് വേണ്ടി ജീവിക്കേണ്ടതാണ് എന്നുള്ളത്. പക്ഷേ നമ്മൾ വളർത്തപ്പെട്ടിട്ടുള്ള ഒരു രീതി വെച്ച്, നമ്മുടെ സമൂഹം പഠിപ്പിച്ചിട്ടുള്ള ഒരു രീതി വെച്ച്, ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് അംഗീകാരം കിട്ടുക എന്ന് പറയുന്ന ഒരു തോന്നലിൻ്റെ പുറത്ത് ചിലപ്പോൾ പീപ്പിൾ പ്ലീസർ ആവുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പിന്നെ മാതൃത്വം എന്ന് പറയുന്നത് അതൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അത് ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി മക്കൾക്ക് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യണം. പക്ഷേ നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകരുത്. മറന്നു പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതറിയാം, അതിനെ നമ്മൾ സപ്രസ് ചെയ്യും. നമ്മുടെ മനസ്സിന് അതറിയാം, നമ്മളതിനെ സപ്രസ് ചെയ്യും. കുറേ അങ്ങനെ ജീവിച്ച് ഒരു സമയം കഴിയുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചില്ലല്ലോ എന്ന് തോന്നും. അതുണ്ടാക്കുന്ന കുറ്റബോധം പീക്കാണ്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ സങ്കടങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. എനിക്ക് കരയാൻ തോന്നി, ഞാനിരുന്ന് കരയണമെന്നേ, ആ സമയത്ത് എനിക്ക് ബ്രേക്ക് കിട്ടണം. ആ സമയത്ത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള ആളാണെന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ പല സിനിമയിലും പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, സങ്കടം വരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടിപ്പോയി ഒരു കഥകിൻ്റെ മറവിൽ ഇങ്ങനെ ഒന്ന് കണ്ണ് തുടച്ചിട്ട് വീണ്ടും ബാക്കിയിലേക്ക് കിടക്കുന്ന. നെവർ ഡൂ ദാറ്റ്. നിങ്ങൾക്ക് സങ്കടം വന്നാൽ നിങ്ങളുടെ സങ്കടത്തിൻ്റെ കൂടെ ഇരിക്കണം, കരഞ്ഞ് ആ സങ്കടം അങ്ങ് തീർക്കണം. ആ കരച്ചിൽ നമ്മുടെ ബോഡിയുടെ നീഡാണ്, നമ്മുടെ മനസ്സിൻ്റെ നീഡാണ്. ആ നീഡിനെ നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളോട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പ്രതികാരം ചെയ്യും. അങ്ങനെ ചെയ്യരുത്. സ്ട്രെസ്സ്, സന്തോഷം വരുമ്പോൾ ഡാൻസ് കളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റൊരു 10 പേരുണ്ടാകും. നമ്മൾ ജോളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തലയെ കാട്ടിയിട്ടും അടിപൊളിയാണ്. ഞാൻ പണ്ട് അങ്ങനെയല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. കാരണം ആ സന്തോഷം, ആ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ട്, എക്സ്പ്രസ് ചെയ്യണം. അത് നമ്മുടെ ബോഡിയുടെ നീഡാണെന്നേ. അങ്ങ് സന്തോഷിക്കുക, അങ്ങ് സങ്കടപ്പെടാൻ വന്നാൽ സങ്കടപ്പെടുക. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ തോന്നി ഒറ്റയ്ക്കിരിക്കാൻ പറ്റണം. നിങ്ങളുടെ പാർട്ട്ണറോട് പറയാൻ പറ്റണം, അതെ കുഞ്ഞിയുടെ കാര്യം നിങ്ങളൊന്ന് നോക്കണേ, ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ. ബസ് അത് ചെയ്യാൻ അയാളും ബാധ്യസ്ഥനാണ്. ഈ കുഞ്ഞിനെ ഒറ്റയ്ക്കുണ്ടാക്കിയല്ലോ, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു മുട്ടിൽ നിന്ന് വിടർന്നു വരുന്നതല്ലല്ലോ കുഞ്ഞെന്ന് പറയുന്നത്. അവിടെ വേറൊരാളുടെ പണിയും കൂടി ഉണ്ടല്ലോ, വേറൊരാളുടെ ഉത്തരവാദിത്വമുണ്ട്, വേറൊരാളുടെ കെയർ അവിടെ വേണം. ദാറ്റ് ഷുഡ് ബി ദെയർ. അയാൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്, നിങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്, ആ കുഞ്ഞിനും ജീവിക്കാൻ അവകാശമുണ്ട്. നമുക്ക് വേണ്ടി നമുക്ക് ഇരിക്കാൻ പറ്റണം, സന്തോഷിക്കാനും നമ്മുടെ ശരീരത്തിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റണം. ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം കണ്ടെത്തുന്നത് കുറച്ച് സമയം ചുമ്മാ കയ്യോ കാലോ ഒക്കെ തടവി ഇങ്ങനെ ഇരിക്കുക, ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കുക, ചുമ്മാ ഇങ്ങനെ തടവിയിരിക്കുക. ചിലപ്പോൾ നല്ല സ്മെല്ലുള്ള ഒരു ഓയിലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ തടവിയിട്ട് മണത്തിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. അത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ചുമ്മാ പാട്ടും കേട്ട് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നീഡായി തോന്നുമ്പോൾ അത് ചെയ്യണം. അത് ചെയ്യാൻ നമുക്ക് പറ്റണം. വി ഷുഡ് ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്സ്. അതിൻ്റെ കൂടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നടന്നു പോകണം. അത് ഇല്ലയെന്നൊന്നുമല്ല പറയുന്നത്, പക്ഷെ അതുമാത്രമാണ് പ്രയോറിറ്റി എന്ന് വിചാരിക്കരുത്.
ഈ അമ്മമാരെയൊക്കെ ഇങ്ങനെ ഇരുത്തി അവരുടെ കാര്യങ്ങൾ പറയുമ്പോൾ വി ആർ സെലിബ്രേറ്റിംഗ് മദർഹുഡ് അല്ലെങ്കിൽ വുമൺഹുഡ് എന്ന് പറയുമ്പോൾ ഇത് അവർ ചെയ്യേണ്ടതാണെന്ന് നിങ്ങൾ അടിച്ചേൽപ്പിക്കല്ലേ. അവരങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് വേണ്ടി ജീവിക്കണം. അവരുടെ ഈ സെൽഫ്ലെസ് ആയിട്ടുള്ള വർക്ക് അവർക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. അത് തിരിച്ചു കൊടുക്കേണ്ടത് മക്കളുടെ കടമയായിട്ട് മാറും. അതാണ് ഇതിലേക്ക് ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്ന മഹത്വത്തിലെ പ്രശ്നം. ഇതാ, ഈ അമ്മ ഇങ്ങനെ ജീവിച്ചു, കുഞ്ഞിനോട് നമ്മൾ പറയാണ് നിൻ്റെ അമ്മ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട, അതുകൊണ്ട് നീ അമ്മയോട് അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇത് ഇയാളുടെ ബാധ്യതയായിട്ട് മാറുകയാണ്. സ്വന്തം ഇഷ്ടം, സ്വന്തം സന്തോഷം, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സന്തോഷം, ഇതൊന്നും തിരിച്ചറിയാൻ പോലും സ്പേസ് കൊടുക്കാതെ നമ്മൾ മറ്റേയാൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പഠിപ്പിച്ച് നമ്മൾ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ, സന്തോഷമായിട്ടിരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർഡ് ആവാം, നമ്മുടെ കുഞ്ഞുങ്ങളെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കാം. അങ്ങനെ സന്തോഷിക്കാനും അവനവന് വേണ്ടി ഒരല്പം സമയമെങ്കിലും മാറ്റിവെക്കാൻ എല്ലാവർക്കും പറ്റണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ റീൽ റിയാക്ഷൻ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ മുഖമല്ലേ നോക്കുക? പൗഡർ ഇടാൻ ചെല്ലുമ്പോൾ മുഖം നോക്കും, മുടി ചീകാൻ നോക്കുമ്പോൾ മുഖം നോക്കും. കുറച്ച് വലിയൊരു കണ്ണാടി വാങ്ങിച്ചു വെക്കുക. വലിയ പൈസയൊന്നും ആവില്ല, ആമസോണിലൊക്കെ കയറിയ ചെറിയ പൈസക്കൊക്കെ നമുക്ക് ഡോറിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഫുൾ കണ്ണാടിയുണ്ട്. ആ കണ്ണാടി ഒരെണ്ണം ഒട്ടിച്ച് വെക്കുക. സ്വന്തം ശരീരത്തേക്ക് നോക്ക്, തന്നെ മുഴുവനായിട്ടൊന്ന് നോക്ക്, നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നോക്ക്. ആ നമ്മളെ ഒന്ന് കാണ്, ഒന്ന് സെലിബ്രേറ്റ് ചെയ്യൂ, ഒന്ന് ചിരിച്ചുകൊണ്ട് എന്ത് രസമാടാ നിന്നെ കാണാൻ എന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെ സ്വന്തം സമയം കണ്ടെത്താനുള്ള കുഞ്ഞു കുഞ്ഞു ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഒട്ടും സമയം കണ്ടെത്തിയിട്ടില്ലാത്ത ആളുകളോട് എനിക്ക് പറയാനുള്ളത്. സ്വന്തം ശരീരത്തെ എല്ലായിടത്തും ഒന്ന് തൊട്ട് നോക്ക്. ചിലപ്പോൾ നമ്മൾ ഇന്ന് വരെ അത് കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ അവിടെ തൊടുമ്പോഴുള്ള ഫീൽ എന്താണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അങ്ങനെയൊക്കെ മരിച്ചു പോയാൽ എന്ത് സങ്കടമാണ് വേൻ. ഫീൽ ചെയ്യണ്ടേ നമ്മുടെ ശരീരത്തിനെ, മനസ്സിനെ? കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഉള്ളിൽ കൂടി പാസ് ചെയ്തു പോകുന്ന തോട്ട്സിനെയൊക്കെ കാണാൻ പറ്റണ്ടേ? ചില തോട്ട്സിനോട് അവിടെ നിൽക്ക്, നിനക്ക് പിന്നെ സമയം തരാം എന്ന് പറഞ്ഞ് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റണ്ടേ? ചിലപ്പോൾ നമുക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കേണ്ടി വരും, ട്രെയിൻഡ് ആവാൻ വേണ്ടി. എടുക്കുക, മനസ്സിനെയും ശരീരത്തിനെയും അറിയുക. അങ്ങനെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. ബൈ.